ഹലോ വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ 20-21 പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. 39. The scholars adorned the court of Krishnadevaraya was known as dash അഷ്ടദിഗ്ഗജാസ്. കൃഷ്ണദേവരായയുടെ സദസ്സ് അലങ്കരിച്ചിരുന്ന പണ്ഡിതന്മാരെ വിളിക്കുന്ന പേരാണ് അഷ്ടദിഗ്ഗജാസ്. 40th one. Local traders of Vijayanagara involved in horse trading were known as dash Kudirachettis. 41. Name the works authored by Krishnadevaraya. Answer: Amukta Malyada and Jambavati Kalyanam. 42. Which are the countries that had trade relations with Vijayanagara? Answer: Portuguese, Arabs, China and Sri Lanka. 43. Compare the religious policies of Akbar and Krishnadevaraya. Answer: Akbar considered Hindu, Christian, Muslim alike. Scholars and dignitaries of various religions used to gather in Ibadat Khana built by Akbar. He created Din Ilahi, his visionary religion, by combining the good aspects of all religions. Peace to all, or Sul-e-Kul, is the core of this vision. He abolished the religious tax called Jizya. Thus, Akbar's policies helped in maintaining religious tolerance among different sections of the people. Krishnadevaraya's policies also helped in maintaining religious tolerance. All religions were treated equally by him. The king allowed such freedom that the people of different religions can follow their beliefs without being annoyed in any way. അക്ബറിൻ്റെയും കൃഷ്ണദേവരായയുടെയും മതനയങ്ങളെക്കുറിച്ചൊരു കമ്പാരിസൺ നടത്താനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻസർ നമുക്ക് നോക്കാം. അക്ബറിൻ്റെ റിലീജിയസ് ടോളറൻസ് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അദ്ദേഹം എല്ലാ മതങ്ങളെയും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ മതങ്ങളെയും ഈക്വലായിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. പിന്നെ ധാരാളം സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്ററീസ്, പണ്ഡിതന്മാരെല്ലാം അദ്ദേഹം സ്ഥാപിച്ച ഇബാദത്ത് ഖാനയിൽ ഒരുമിച്ച് കൂടുമായിരുന്നു. അവർ ഓരോ കാര്യങ്ങൾ, മതങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരുമിച്ച് കൂടുമായിരുന്നു. അക്ബർ പുതിയൊരു റിലീജിയൻ ക്രിയേറ്റ് ചെയ്തത് ദിൻ ഇലാഹി എന്ന് പറയും. എല്ലാ മതങ്ങളെയും എല്ലാ മതങ്ങളോടും സഹിഷ്ണുത പുലർത്താനും എല്ലാ മതങ്ങളെയും നല്ല ആസ്പെക്ട്സ് മാത്രം കമ്പൈൻ ചെയ്തുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു വിഷണറി റിലീജിയൻ ആയിരുന്നു ദിൻ ഇലാഹി. അങ്ങനെ എല്ലാ തരത്തിലും വിവിധ വിഭാഗങ്ങൾക്കിടയിൽ മതസഹിഷ്ണുത പുലർത്താനായിട്ട് അക്ബറിൻ്റെ മതനയങ്ങൾ സഹായിച്ചിരുന്നു. ഇനി നമുക്ക് കൃഷ്ണദേവരായയുടെ നയങ്ങൾ നോക്കാം. അദ്ദേഹവും എല്ലാ മതങ്ങളെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും ആ മതത്തിൽ ഫ്രീ ആയിട്ട്, അതായത് വേറൊരു തരത്തിലുള്ള അസൗകര്യങ്ങളും കൂടാതെ അവരവരുടെ ബിലീഫുകൾ അതിൽ വിശ്വസിക്കാനായിട്ട് അദ്ദേഹം ഫ്രീഡം നൽകിയിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ അക്ബറിൻ്റെയും കൃഷ്ണദേവരായയുടെയും മതങ്ങളോടുള്ള കാഴ്ചപ്പാട് ഏതാണ്ട് ഒരേപോലെ തന്നെയായിരുന്നു. 44. Explain the administrative system prevailed in Vijayanagara. Answer: Monarchy prevailed in Vijayanagara administrative system. For administrative convenience, the country was divided into Mandalam, that means provinces, Nadu, that means districts, Sthala, sub-districts, and Grama, village. There was cabinets to help the king. Amaranayaka system was the military system in Vijayanagara during the period. വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണ സംവിധാനം എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. മൊണാർക്കി പ്രിവെയിൽഡ് ഇൻ വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ദാറ്റ് മീൻസ് രാജവാഴ്ചയായിരുന്നു വിജയനഗര കിങ്ഡത്തിൽ നിലനിന്നിരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി, അതായത് ഭരണത്തിന് സൗകര്യത്തിന് വേണ്ടി കൺട്രിയെ മണ്ഡലം, നാട്, സ്ഥല ആൻഡ് ഗ്രാമ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. രാജാവിനെ സഹായിക്കാൻ ക്യാബിനറ്റ്സ് ഉണ്ടായിരുന്നു, അതായത് മന്ത്രിസഭ. പിന്നെ അവരുടെ മിലിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് അമരനായക സിസ്റ്റമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. 45.
How was the administration of justice during the reign of Krishnadevaraya? Answer. There were courts at various levels for the administration of justice. The appellate authority was the king himself, and he had the power to demote and punish ministers. Minor offences and labor disputes were dealt with by the village courts themselves. കൃഷ്ണദേവരായയുടെ റൂളിംഗ് പീരീഡിലുള്ള നീതി നിർവഹണം എങ്ങനെയായിരുന്നു എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. ദർ വർ കോർട്സ് അറ്റ് വേരിയസ് ലെവൽസ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അതായത് നീതി നിർവഹണത്തിന് വേണ്ടി ധാരാളം കോടതികൾ ഉണ്ടായിരുന്നു. അപ്പീലേറ്റ് അതോറിറ്റി വാസ് ദ കിങ് ഹിംസെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പീൽ കേൾക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അപ്പീൽ സംബന്ധമായിട്ടുള്ള അധികാരം രാജാവിന് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് മിനിസ്റ്റേഴ്സിനെ, അതായത് മന്ത്രിമാരെ തരം താഴ്ത്താനോ പണിഷ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് പിന്നെ ലേബർ ഡിസ്പ്യൂട്ട്സ്, അതായത് തൊഴിൽ പ്രശ്നങ്ങൾക്ക്, വഴക്കുകൾക്കൊക്കെ വില്ലേജ് കോർട്ടുകളിലാണ്, ഗ്രാമങ്ങളിലെ കോടതികളിലാണ് തീർപ്പ് കൽപ്പിച്ചിരുന്നത്. 46. What is known as Amaranayaga system? Answer. The military commanders were known as Amaranayagas. The kings allotted lands known as Amara to them. The administration of Amara was carried out by Amaranayagas. They had the right to collect taxes from these areas and paid a fixed amount to the king. They also maintained a certain number of foot soldiers, that means infantry, horses and elephants. This system was called the Amaranayaga system. എന്താണ് അമരനായക സിസ്റ്റം എന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ അക്ബറിൻ്റെ മൻസബ്ദാരി സിസ്റ്റം പഠിച്ചായിരുന്നു, മിലിറ്ററി സമ്പ്രദായം. ഇത് വിജയനഗരയിൽ കൃഷ്ണദേവരായയുടെ സമയത്തുണ്ടായിരുന്ന മിലിറ്ററി സംവിധാനമാണ്. അതിൽ മിലിറ്ററി കമാൻഡേഴ്സിനെ, മിലിറ്ററി ഓഫീസേഴ്സിനെ വിളിക്കുന്ന പേരാണ് അമരനായകാസ് എന്ന് പറയുന്നത്. രാജാവ് ഇവർക്ക്, അതായത് ഈ അമരനായകാസിന് ലാൻഡ് അലോട്ട് ചെയ്ത് കൊടുക്കും. അമര എന്നാണ് ഈ ലാൻഡ്സിന് പറയുന്ന പേര്. ഈ ലാൻഡിൻ്റെ ഫുൾ ഭരണം അതായത് നായകാസിൻ്റെ കയ്യിലാണ്, അമരനായകാസിൻ്റെ കയ്യിലാണ്. അവർക്ക് ടാക്സ് പിരിക്കാൻ, ഈ ഏരിയാസിൽ നിന്ന് ടാക്സ് പിരിക്കാനുള്ള അധികാരമുണ്ട്. ഒരു നിശ്ചിത എമൗണ്ട് രാജാവിന് അവർ പേ ചെയ്യണം. പിന്നെ ഒരു നിശ്ചിത എണ്ണം കാലാൾപ്പട, കുതിരകൾ, ആനകൾ ഇവയെല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഈ സിസ്റ്റത്തിനെയാണ് നമ്മൾ അമരനായക സിസ്റ്റം എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. പേജ് നമ്പർ 20-21 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇനിയുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്തി ആകാതിരിക്കാൻ ഇനിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.